നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. നിങ്ങൾ ഒരു വീഡിയോ എഡിറ്റർ ആണോ? മോഷൻ ഗ്രാഫിക്സ് അറിയാമോ? ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ അവസരം എത്തിയിട്ടുണ്ട്. കേരള നിയമസഭയുടെ സഭാ ടിവിയിൽ വീഡിയോ എഡിറ്റർ, മോഷൻ ഗ്രാഫിക്സ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്താൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, അപേക്ഷ തപാൽ മുഖേന മാത്രം സ്വീകരിക്കും. ഓൺലൈൻ അപേക്ഷയില്ല. ഈ വീഡിയോ മുഴുവൻ കാണുക. യോഗ്യത, പ്രായപരിധി, വേതനം, അവസാന തീയതി എല്ലാം വിശദമായി അറിയാം. നിയമനം നടത്തുന്ന സ്ഥാപനം. ഈ നിയമനം നടത്തുന്നത് കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് ആണ്. പോസ്റ്റ് വീഡിയോ എഡിറ്റർ, മോഷൻ ഗ്രാഫിക്സ്, സഭാ TV, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. വേക്കൻസി ആകെ 2 ഒഴിവുകൾ മാത്രം. ഇത് ഒരു ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉണ്ടാകാം. അവസാന തീയതി വളരെ പ്രധാനപ്പെട്ടത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 13 വൈകുന്നേരം 5 മണി. 5 മണിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ നിരുപാധികം നിരസിക്കും. കൊറിയർ ഡിലേ, പോസ്റ്റൽ ഡിലേ കാരണം പറയാനാവില്ല. അതിനാൽ അവസാന ദിവസം വരെ കാത്തിരിക്കരുത്. വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷിക്കുവാൻ വേണ്ട അടിസ്ഥാന യോഗ്യത +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, അംഗീകൃത ഫിലിം വീഡിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള എഡിറ്റിംഗ് ഡിപ്ലോമ നിർബന്ധമാണ്. സിമ്പിൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് മാത്രം മതിയാകില്ല. പ്രവൃത്തി പരിചയം. ഒരു പ്രമുഖ സ്ഥാപനം, ചാനലിൽ കുറഞ്ഞത് 3 വർഷത്തെ വീഡിയോ എഡിറ്റിംഗ് പരിചയം ഉണ്ടായിരിക്കണം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അറിയേണ്ട സോഫ്റ്റ്വെയർ സ്കിൽസ്. കാൻഡിഡേറ്റ്സ് അറിയേണ്ട പ്രധാന സോഫ്റ്റ്വെയർ: ഫൈനൽ കട്ട് പ്രോ X, ആഫ്റ്റർ എഫക്ട്സ്, ഡാവിൻചി റിസോൾവ്, ഫോട്ടോഷോപ്പ്. കൂടാതെ മൾട്ടി ക്യാമറ എഡിറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ് കോമ്പോസിഷൻ, സ്പെഷ്യൽ എഫക്ട്സ് ഹാൻഡ്ലിംഗ്. ടെക്നിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതിനാൽ സ്കിൽസ് പ്രാക്ടിക്കൽ ആയിരിക്കണം. പ്രായപരിധി: കുറഞ്ഞ പ്രായം 22 വയസ്സ്, പരമാവധി പ്രായം 40 വയസ്സ് കവിയരുത്. വേതനം: പ്രതിമാസ വേതനം 36,000 രൂപ. ഗവൺമെന്റ് കോൺട്രാക്ട് ജോബ് ആയതിനാൽ ഫിക്സഡ് കൺസോളിഡേറ്റഡ് പേ ആയിരിക്കും. നിയമന കാലാവധി: ആദ്യമായി 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും. ആവശ്യമെങ്കിൽ കാലാവധി ദീർഘിപ്പിക്കാം. പെർമനന്റ് പോസ്റ്റ് അല്ല, കോൺട്രാക്ട് ബേസിസ് ആണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ: സെലക്ഷൻ പ്രോസസ്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം. എക്സ്പീരിയൻസ് തെളിയിക്കുന്ന രേഖകൾ, സ്കിൽ തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് കാണിക്കണം. ഫേക്ക് ക്ലെയിം ചെയ്താൽ ഡയറക്റ്റ് റിജക്ഷൻ ആകുന്നതാണ്. അപേക്ഷ എങ്ങനെ അയക്കണം? അപേക്ഷ നൽകേണ്ട വിലാസം: സെക്രട്ടറി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടേറിയറ്റ്, വികാസ് ഭവൻ PO, തിരുവനന്തപുരം. പിൻ 695033. തപാൽ മുഖേന അല്ലെങ്കിൽ നേരിട്ട് സമർപ്പിക്കാം. ഇമെയിൽ വഴി അപേക്ഷ സ്വീകരിക്കില്ല. ഓൺലൈൻ ഫോം ഇല്ല. കൂടെ അയക്കേണ്ട രേഖകൾ: ഫീൽഡ് ആപ്ലിക്കേഷൻ ഫോം, ബയോഡാറ്റ, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് കോപ്പി, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, സ്കിൽ പ്രൂഫ് ഡോക്യുമെന്റ്സ്, ആധാർ കാർഡ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് നോട്ട്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ എല്ലാം ഇമെയിൽ മുഖേന ആയിരിക്കും. കറക്റ്റ് ഇമെയിൽ അഡ്രസ് കൊടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 047125124416. സമ്മറി: പോസ്റ്റ് വീഡിയോ എഡിറ്റർ, മോഷൻ ഗ്രാഫിക്സ്. വേക്കൻസി 2. സാലറി 36,000 രൂപ. എക്സ്പീരിയൻസ് 3 വർഷം. ഏജ് 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 13 5 PM. അപ്ലൈ പോസ്റ്റൽ ഓൺലി. വീഡിയോ എഡിറ്റിംഗ് ഫീൽഡിൽ ഉള്ളവർക്ക് ഇത് ഒരു വലിയ ഗവൺമെന്റ് എക്സ്പോഷർ ആണ്. എലിജിബിൾ ആണെങ്കിൽ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. എലിജിബിൾ ആയ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ് ഡെയിലി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ഓൾ ദ ബെസ്റ്റ്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.